ഞാനൊരു കഥയുള്ള ആളായതുകൊണ്ട് തന്നെയാണ് ഈ രേണുസുധിയുടെ കുടുംബത്തിന്റെ ദയനീയമായ കഥ കേട്ടപ്പോൾ അവരുടെ കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥകൾ മനസ്സിലാക്കി എന്റെ സുഹൃത്തായ രാഹുൽ ഇരുമ്പുകുഴിയും 24 ചാനലിന്റെ ബഹുമാനപ്പെട്ട ശ്രീകണ്ഠൻ നായരും ശ്രീ ഉണ്ണികൃഷ്ണൻ സാറും അങ്ങനെയുള്ള പ്രഗത്ഭരായ ആൾക്കാർ ഇവരുടെ കുടുംബത്തിന്റെ ദയനീയ കഥ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് എന്റെ മനസ്സറിഞ്ഞ് എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് അനുവദിച്ച് ലഭിച്ച സ്വത്തിൽ നിന്നും 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങൾക്ക് തുല്യ അവകാശമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് അവർ ഞാനത് കണ്ടില്ല, അവർ പറഞ്ഞ അനുസരിച്ച് കേൾക്കുകയാണെങ്കിൽ എന്തോ എന്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഉള്ള ദയയും സഹാനുഭൂതിയും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണം മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. കഥയില്ലാത്ത ഒരാളാണെങ്കിൽ, കഥയില്ലാത്ത ഒരനുഭവത്തിലൂടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരാളുടെ വിഷമം കേൾക്കുമ്പോൾ എനിക്ക് അവരെ സഹായിക്കേണ്ടതായിട്ടില്ലായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് രേണുസുധി കൊടുത്ത ഇൻ്റർവ്യൂവിൽ ബിഷപ്പിനെ കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ എടുത്ത ആങ്കർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഷപ്പിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം. ആ സമയത്ത് രേണു ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് മാറ്റി പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോർമലായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതിനുശേഷം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഷപ്പിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ എനിക്കറിയാം, അത് പുറത്ത് പറയാൻ പറ്റാത്തതാണ് എന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് രേണു അത് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയേക്കുന്നത്. കാരണം ബിഷപ്പിനെ വിളിച്ച് കുറേയധികം പേരുണ്ടെങ്കിൽ രേണു ഇങ്ങനെ ബിഷപ്പിനെ കുറിച്ച് ഇതേ കണക്ക് സംസാരിച്ചല്ലോ, എന്താണ് കാര്യം എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളൊരു കാര്യമൊക്കെ ബിഷപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ താൻ ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് അതായത് സ്വത്തിൽ നിന്ന് ആ ഒരു സ്ഥലം 7 സെൻറ്റ് അവർക്ക് കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ്. അത് കാരണമാണ് ഇങ്ങനത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എനിക്കെതിരെ ഇതേ കണക്ക് സംസാരിക്കുന്നത് ഞാൻ ഒരു വീഡിയോ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ കണ്ടവരെല്ലാം എൻ്റെ അടുത്ത് വിളിച്ച് ഇതേ കണക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ രേണുസുധി തന്നെ പറ്റി പറഞ്ഞു എന്നുള്ളൊരു കാര്യം തനിക്കത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒക്കെ കാണുന്നവർ വിചാരിക്കും എനിക്ക് വേറെ റിലേഷനും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, കാരണം രേണുസുധി അങ്ങനെയാണ് ചിന്തിച്ചതെന്നുള്ളൊരു കാര്യം. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ റിലേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ അതിനെ നേരിടാനും ഞാൻ റെഡിയാണ്. അതിന് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കങ്ങനെ തേടി വരാൻ വേറെ ഭാര്യമാരൊന്നുമില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രേണുസുധി ടാർഗറ്റ് ചെയ്ത് ബിഷപ്പ് പറഞ്ഞതാണ് എന്ന് വരെ ആൾക്കാർ പറയുന്നുണ്ട്. കാരണം രേണുസുധിക്ക് ഇതിനു മുമ്പും ഭർത്താവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ബിഷപ്പ് ഇതേ കണക്ക് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഒരു വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഇതിനെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അതും സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും രേണുവിനെതിരെ നല്ല രീതിയിലാണ്, ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനിപ്പോൾ റിപ്ലൈ ആയിട്ട് ചിലപ്പം രേണു ഒരു വീഡിയോ ഇട്ടേക്കാം. എന്താണെന്ന് അത് വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ബിഷപ്പ് ഉണ്ടെങ്കിൽ രേണുവിനെതിരെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യത്തിലാണ് ഇതുപോലത്തുള്ളൊരു പ്രസ്താവന നടത്തിയത്. കാരണം അദ്ദേഹം ഭയങ്കരമായിട്ട് സാധാ രീതിയിൽ ജീവിച്ച് പോയിക്കൊണ്ടിരുന്നതാണ്. അദ്ദേഹത്തിനെ ഇതിലേക്ക് വലിച്ചഴിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഇതുപോലെ ഒരു പ്രസ്താവന നടത്തുന്ന സമയത്ത് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിയറിന്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും. അത് രേണു ചുമ്മാ പറഞ്ഞതാണെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെതിരെയാണ് ബിഷപ്പ് ഇപ്പോൾ പൊട്ടിത്തെറിച്ച് ആ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത്.